നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻ്റെ നാട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനടുത്ത് ചാമമ്പതാൽ എന്ന സ്ഥലത്താണ്. പൊൻകുന്നം ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലവും. ഇപ്പോഴിതാ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിവേട്ടയുടെ കഥയാണ് കേരളത്തിന് പറയാനുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട. 250 ഗ്രാം MDMAയുമായി കാറിൽ ബംഗളൂരിൽ നിന്നെത്തിയ ചങ്ങനാശ്ശേരി സ്വദേശികളെ പോലീസ് തൂക്കിയെടുത്ത ആ സംഭവം. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും പൊൻകുന്നം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അതാവട്ടെ ഒരു സിനിമ സ്റ്റൈൽ ഓപ്പറേഷനും. പൊതുവിപണിയിൽ ഇതിന് 12.5 ലക്ഷം മൂല്യമുണ്ട്. പെരുന്ന ഒലിച്ചുകുഴിയിടം NB നിബിൻ എന്ന 38-കാരൻ, തൃക്കൊടിത്താനം പള്ളിപ്പറമ്പിൽ ഹാഷിം മൻസിലിൽ ഹാഷിം ലബ്ബ എന്ന 29-കാരൻ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പോലീസ് പിടിയിൽ. പോലീസിന് രഹസ്യവിവരം കിട്ടിയതിനെ തുടർന്ന് കുട്ടിക്കാനത്ത് വെച്ച് അവർ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലീസിനെ വെട്ടിച്ച് കൊല്ലം ദിണ്ടിഗൽ ദേശീയപാതയിലൂടെ അവർ അതിവേഗം ചീറിപ്പാഞ്ഞു. പാലക്കാട് നിന്നാണ് പ്രതികൾ ബംഗളൂരുവിലേക്ക് കാറിലെത്തിയത്. പിന്നീട് MDMA കാറിനുള്ളിൽ ഭദ്രമായി അവർ സൂക്ഷിച്ചു. പിന്നീട് അവർ കുമളിയിലെത്തി. ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇതിനിടയിൽ കോട്ടയം ജില്ലാ പോലീസ് സംഘവും പൊൻകുന്നം പോലീസും ചേർന്ന് തയ്യാറാക്കിയിരുന്നു. ശക്തമായ കെടിയൊരുക്കി പ്രതികളെ കുടുക്കണമെന്ന് പോലീസ് തീരുമാനിച്ചു. തന്ത്രശാലികളായ അതിക്രിമിനലുകളാണ് പ്രതികൾ. അതുകൊണ്ട് തന്നെ പോലീസ് വല പൊട്ടിച്ച് അവർ രക്ഷപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. രക്ഷപ്പെട്ടോടുന്നതിനിടയിൽ MDMA അവർ വലിച്ചെറിഞ്ഞ് കളയാനുള്ള സാധ്യതകളും നിൽക്കുന്നു. ചങ്ങനാശ്ശേരി സ്വദേശികളായ 2 പേർ ബംഗളൂരുവിലെത്തി MDMAയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ടു എന്നതായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യവിവരം. ഇതിനെ തുടർന്ന് കുമളി മുതൽ കുട്ടിക്കാനം വരെ പല സ്ഥലങ്ങളിൽ 5 പോലീസ് ജീപ്പുകളിലായി പോലീസ് നിരീക്ഷണവും ആരംഭിച്ചു. ലഹരി സംഘത്തിന് സംശയം തോന്നാതിരിക്കാൻ 5 വാഹനങ്ങൾ. 5 വാഹനങ്ങളിൽ ഒരേ ഒരു വാഹനത്തിൽ മാത്രമാണ് പോലീസ് എന്ന സ്റ്റിക്കർ പോലും ഉണ്ടായിരുന്നത്. പ്രതികളെ പിന്തുടർന്ന വാഹനങ്ങളിലൊന്നും പോലീസ് സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ല. പ്രതികളെന്ന് ഉറപ്പിച്ചവരുടെ കാർ ഇതിനിടയിൽ പോലീസ് സംഘം കണ്ടെത്തി. പോലീസുകാർ സഞ്ചരിച്ച ഒരു കാർ ഈ കാറിനെ ഫോളോ ചെയ്യുന്നു. അതിനിടയിൽ മറ്റൊരു പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാർ പ്രതികളുടെ കാറിന് മുന്നിലെത്തി. കുട്ടിക്കാനത്ത് നിന്ന് ആരംഭിച്ച ചേസിംഗ് മുണ്ടക്കയത്തെത്തിയപ്പോൾ പ്രതികൾ ഏറെക്കുറെ പിടികൂടുമെന്നുറപ്പായി പോലീസിന്. എന്നാൽ ഇതിനിടയിൽ ലഹരി സംഘം പോലീസിന്റെ സാന്നിധ്യം സംശയിച്ചു. അവർ അതിവേഗം തങ്ങളുടെ കാർ ചീറിപ്പായിക്കാൻ തുടങ്ങി. ഇടുക്കി ജില്ലാ അതിർത്തിയായ 35-ാം മൈലിലും മുണ്ടക്കയത്തും വെച്ച് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾ മുന്നിൽ കയറ്റി ഈ വാഹനത്തെ തടഞ്ഞിടാൻ ശ്രമിച്ചു. എന്നാൽ അതിവേഗം വെട്ടിച്ചു മാറ്റി അവർ കുതിച്ചു. തുടർന്ന് വിവരം പൊൻകുന്നം പോലീസിനെ അറിയിക്കുന്നു. പൊൻകുന്നം പോലീസ് സദാ ജാഗ്രതയോടെ പൊൻകുന്നം ബസ് സ്റ്റാൻഡിന് സമീപം നിലയുറപ്പിച്ചു. ഇതിനിടയിൽ പോലീസ് പൊൻകുന്നം ടൗണിൽ ദേശീയപാതയിൽ തന്നെ 2 പോലീസ് ജീപ്പുകൾ വിലങ്ങിട്ട് ഗതാഗതം സ്തംഭിപ്പിച്ചു. ലഹരി സംഘത്തിന്റെ കാർ ബ്ലോക്കിൽ കുടുങ്ങി. കാർ വളഞ്ഞ് പോലീസ് അടുത്തെത്തി. എന്നാൽ കാറിന്റെ ഡോർ തുറക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഡോർ തുറക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കാറിന്റെ പിൻവശത്തെ ചില്ല് പോലീസ് സംഘം തകർത്തു. തുടർന്നാണ് പ്രതികളെ വലിച്ചു പുറത്തിറക്കിയത്. കാറിന്റെ ഉൾവശത്തും സീറ്റിനടിയിലുമൊക്കെ പോലീസ് സംഘം പരിശോധിച്ചു. ഒരിടത്തും MDMAയുടെ സാന്നിധ്യമില്ല. ഇതിനിടയിൽ ഇവരിൽ നിന്ന് MDMA വാങ്ങാൻ ചങ്ങനാശ്ശേരിയിൽ കാത്തുനിന്ന ജെയ്ത്തും അറസ്റ്റിലായി. ജെയ്ത്താണ് മറ്റ് 2 പ്രതികൾക്ക് MDMA വാങ്ങാനുള്ള പണം നൽകിയത്. അപ്പോഴും പോലീസിന് മുന്നിൽ ഒരു മുഖ്യ തടസ്സം. MDMA എവിടെ? യാത്രക്കിടയിൽ പ്രതികൾ MDMAയുടെ പാക്കറ്റ് ഇനി പുറത്തേക്ക് വലിച്ചെറിഞ്ഞോ? പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യമായി ഇത് മാറി. എന്നാൽ പോലീസ് വിട്ടുകൊടുത്തില്ല. കാറുമായി തൊട്ടടുത്ത വർക്ക്ഷോപ്പിലേക്ക്. റൂഫ് പാനലൊക്കെ ഇളക്കി നോക്കി. MDMA കാണുന്നില്ല. ഒടുവിൽ കാറിന്റെ ഡോർ വശത്തെ പാളികൾ വർക്ക്ഷോപ്പുകാരെ കൊണ്ട് പോലീസ് പൊളിപ്പിച്ചു. ഇതാ കാറിന്റെ ഡോറിനിടയിൽ MDMA പാക്കറ്റുകൾ. നേരത്തെ മാർച്ച് 6-ാം തീയതി കടുത്തുരുത്തിയിൽ നിന്ന് 147.8 ഗ്രാം MDMA പിടികൂടിയിരുന്നു. അതിനുശേഷം ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ റെയ്ഡ്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഭരണകൂടം, ആഭ്യന്തരമന്ത്രി, പോലീസ് സേനയ്ക്കൊപ്പം നിന്നാൽ പോലീസുകാർ പല അത്ഭുത വിദ്യകളും പുറത്തെടുക്കും. അതിനുള്ള കഴിവും സാഹസികതയും കേരള പോലീസിനുണ്ട്. അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ പൊൻകുന്നം കുമളി റൂട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം കണ്ടത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടാൻ എക്സൈസ് സംഘം എത്തിയപ്പോൾ പ്രതി അഴിച്ചുവിട്ടത് 20 വളർത്തു നായ്ക്കളെ. എന്നാൽ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെ നൽകിയും തുരത്തി ഓടിച്ചും എക്സൈസ് സംഘം പ്രതിയെ സാഹസികമായി പാലക്കാട് നിന്ന് പിടികൂടിയിരുന്നു.
കൊല്ലംകോട്ടെ പോസ്റ്റ് ഓഫീസ് വഴി പാഴ്സലിൽ 7.34 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതി കൊല്ലംകോട് താടനാറ ത്രാമണിയിൽ ജിജിറ്റിനെ പിടികൂടിയതായിരുന്നു എക്സൈസ് സംഘം. ഓപ്പറേഷൻ തൂഫാനിൽ കേരള പോലീസ് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ എക്സൈസിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുകളായി നമ്മൾ കേൾക്കുന്നത്. പൊൻകുന്നത്ത് വെച്ച് നടന്ന സാഹസിക MDMA വാർത്തയ്ക്ക് തൊട്ട് മുൻപ് പെരുമ്പാവൂരിൽ നടന്നത് മറ്റൊരത്ഭുതം. പെരുമ്പാവൂരിൽ ഇക്കഴിഞ്ഞ ദിവസം പിടികൂടിയത് 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ്. അവിടെ പിടിയിലായ ദമ്പതികൾ ആയുഷും അനഘയും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ മൊത്ത കച്ചവടക്കാരാണ് എന്ന് പോലീസ് പറയുന്നു. 18 കോടിയുടെ കഞ്ചാവ്. ഇവർ ഇത്ര നിസ്സാരമായി ഇതൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇവർക്ക് പിന്നിൽ വലിയ വമ്പന്മാരുണ്ട്. അത്തരം മാഫിയകളിലേക്ക് ഇനി അന്വേഷണം കടക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. 2 ആഴ്ച മുൻപ് ലഹരി ഇടപാടുകൾക്ക് മാത്രമായി അവർ പെരുമ്പാവൂരിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നു. വൈപ്പിൻ ആർഗാട് സ്വദേശിയായ മുഖ്യപ്രതി ആയുഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി ഡാൻസ് ഓഫ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ, പെരുമ്പാവൂർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഹാർദിക് മീന എന്നിവരുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയായി അതീവ രഹസ്യമായ ആയുഷിന്റെ നീക്കങ്ങൾ പോലീസ് പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂട്ടറിൽ നടത്തിയ പരിശോധനയിൽ 1.25 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. തുടർന്ന് ആയുഷിനെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റ് പെരുമ്പാവൂർ തെക്കും ഭാഗം കുന്നുവഴിയിലാണ്. തുടർന്ന് ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ 16 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നു. ഇതിനാണ് വിപണിയിൽ 18 കോടി രൂപ വില വരുന്നത്. എത്രയധികം കുടുംബങ്ങൾ തകർക്കാനുള്ള മാരക ലഹരി വസ്തുക്കളാണ് ആ ഫ്ളാറ്റിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചത്. ചുറ്റുവട്ടത്തുള്ളവർക്ക് യാതൊരുവിധ സംശയവും നൽകാതെ മാതൃകാ ദമ്പതികളെ പോലെ ആയുഷും അനഘയും അവിടെ കറങ്ങി നടക്കും. സംഭാവനകൾ ഉൾപ്പെടെ നൽകുന്നതിലും ഇരുവർക്കും പിശുക്കില്ല. എന്താണ് രണ്ടുപേരുടെയും ബിസിനസ് എന്നോ ജോലിയെന്നോ നാട്ടുകാർക്കറിയില്ല. എന്നാൽ കോടികളുടെ ലഹരിമരുന്ന് ഇടപാടാണ് ഇവർ നടത്തുന്നത്. കേരളത്തിലെ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മുന്തിയ ഇനം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. ഇത് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിച്ചതാണ് എന്ന് പോലീസ് കണ്ടെത്തി. ഈ ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും കടന്നുവന്ന വഴികളെക്കുറിച്ചും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മാഫിയ സംഘങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരം കിട്ടി എന്നാണ് യതീഷ് ചന്ദ്ര പറയുന്നത്. റേഞ്ച് DIG ആണ് യതീഷ് ചന്ദ്ര. ആയുഷും അനഘയും വലിയൊരു ലഹരി സിൻഡിക്കേറ്റിന്റെ ഭാഗമാണ് എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു. വമ്പന്മാരായ ആളുകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ്, മറ്റു പലയിടങ്ങളിൽ നിന്നായി കോടികളുടെ ലഹരി വസ്തുക്കൾ. ഓപ്പറേഷൻ തൂഫാൻ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. കേരളത്തിൽ ലഹരി ശൃംഖല എത്രത്തോളം വലവിരിച്ചിരുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളവും തെളിവുകളുമാണ് പുറത്തേക്ക് വരുന്നത്. പോലീസ് ഒന്ന് നിവർന്നു നിന്നപ്പോൾ ലഹരി മാഫിയ നിലംപൊത്തുന്ന കാഴ്ച. ഈ വേട്ട തുടർന്നാൽ തൂഫാൻ ഇനിയും ആഞ്ഞടിച്ചാൽ കേരളം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കേരളം ലഹരി മാഫിയയുടെ പിടിയിലമർന്ന് എന്നേ തീർന്നേനെ. വൻകിട വിതരണക്കാർ, മൊത്ത വിതരണം നടത്തുന്നവർ, ചെറുകിട വിൽപ്പനക്കാർ, താഴെത്തട്ടിൽ ലഹരി എത്തിക്കുന്നവർ എന്നിങ്ങനെ വലിയ കണ്ണികളാണ് ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് വലയിൽ അകപ്പെടുന്നത് താഴെത്തട്ടിലുള്ള കണ്ണികൾ. എന്നാൽ അന്വേഷണം മുകൾ തട്ടിലേക്ക് കടക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് പ്രതികളെ ചോദ്യം ചെയ്യുക എന്ന ഏറ്റവും നിർണായക ഘട്ടം. അതിലപ്പുറം ലഹരി മാഫിയയുടെ വമ്പൻ രാജാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുമെന്നുറപ്പ്. സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പല മാന്യന്മാരുടെയും പുറം പൂച്ച് വലിച്ചു കീറുന്ന ഒരു സംഭവമായിരിക്കും ലഹരി മാഫിയയുടെ തലതൊട്ടപ്പന്മാരിലേക്ക് അന്വേഷണം എത്തുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ ദിവസം 46 ഗ്രാം MDMAയുമായി ഒരു യുവാവും യുവതിയും വടക്കാഞ്ചേരിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പിടിയിൽപ്പെട്ടു. എത്ര വിദഗ്ധമായാണ് ഇവർ ലഹരി കടത്തുന്നത് എന്നതിൻ്റെ കൃത്യമായ നേർക്കാഴ്ചകൾ. വടക്കാഞ്ചേരിയിൽ നിന്ന് പിടികൂടപ്പെട്ടവർ ചങ്ങനാശ്ശേരി പൊൻകുന്നം സ്വദേശികളാണ്. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ അന്നു മുതൽ 2954 കേസുകൾ പോലീസ് എടുത്തു എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ നിയമസഭയെ അറിയിച്ചു. 3176 പേർ അറസ്റ്റിൽ. പഞ്ചാബിനെ പോലും കേരളം കടത്തിവെട്ടി എന്നാണ് ആഭ്യന്തരമന്ത്രി നിയമസഭയെ അറിയിച്ചത്. ലഹരിക്കെതിരെയുള്ള ഒരു ബഹുജന മുന്നേറ്റമാണ് കേരളത്തിന് ആവശ്യം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 3176 പേർ അറസ്റ്റിൽ.
കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളിലാക്കി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ചെന്നിത്തല പറയുന്നു. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് തങ്ങൾ തടയിടും എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങി. ശക്തമായ കോമ്പിംഗ് ഓപ്പറേഷനുകളാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച മാത്രം 120 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 131 പേർ അറസ്റ്റിലായി. അവരിൽ നിന്ന് 46.868 ഗ്രാം MDMA കണ്ടെടുത്തു. 1.5 കിലോഗ്രാം കഞ്ചാവും 0.5 ഗ്രാം ഹെയറോയിനും 275.9 ഗ്രാം ബ്രൗൺ ഷുഗറും കണ്ടെത്തി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കഞ്ചാവ് ചെടികൾ പിടിച്ചെടുത്തു എന്നും പോലീസ് പറയുന്നു. ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കേരളത്തിൽ എക്സൈസ് സംവിധാനങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും എക്സൈസ് സംവിധാനങ്ങൾ നോക്കുകുത്തികളാകുന്ന കാഴ്ചയായിരുന്നു നമുക്ക് മുന്നിൽ. പോലീസ് ഉണർന്നതോടെ എക്സൈസും കളത്തിലിറങ്ങി. മറുവശത്ത് ഷാപ്പുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായും നിർദ്ദേശം നൽകി. മിക്ക സ്ഥലങ്ങളിലും ലഹരി ഗുളികകൾ കലക്കി കള്ളുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇതിനെ അടിമുടി പൊളിക്കും എന്ന് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് പറയുന്നു. ഓപ്പറേഷൻ തൂഫാൻ ശക്തി പ്രാപിക്കുമ്പോൾ ലഹരിക്കടത്തിന് പുതിയ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് മറുവശത്ത് മാഫിയ സംഘങ്ങൾ. തന്ത്രങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം പിടിമുറുക്കുന്നു. പതിവുകാർ സാധനമില്ലാതെ വലയുന്നു. പല സ്ഥലങ്ങളിലും ആത്മഹത്യകൾ പെരുകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പോലീസ് പിടിമുറുക്കിയപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുടെ വാട്സാപ്പ് ചാറ്റും പോലീസിന് ചോർന്നു കിട്ടാൻ തുടങ്ങി. സാധനമൊട്ടുമില്ല, ഇത്തിരിയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ചോദ്യം. എങ്ങനെയെങ്കിലും സാധനം പതിവുകാർക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പല സ്ഥലങ്ങളിലും ലഹരിക്കടത്തുകാർ. കൊല്ലം നഗരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം 2 പേർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വലയിൽ വീണത് രസകരമായ മറ്റൊരു സംഭവം. തേവള്ളി പാലത്തിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു യുവാവിനെ പോലീസ് കാണുന്നു. പള്ളിത്തോട്ടം കോളനിയിലെ താമസക്കാരനായ യുവാവ്. ഡാൻസ് ഓഫ് ടീം ഇയാൾക്ക് പിന്നിലെത്തിയപ്പോൾ അയാൾ ഓട്ടം തുടങ്ങി. പിന്നാലെ ഡാൻസ് ഓഫ് സംഘവും ഓടി. ഒടുവിൽ തേവള്ളി മിൽമയ്ക്ക് സമീപം വെച്ച് അയാൾ പിടികൂടി. പിടിച്ചു നിർത്തി പാൻസിന്റെ പോക്കറ്റിലും ഷർട്ടിന്റെ പോക്കറ്റിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ പോലീസ് പരിശോധിച്ചു. എന്നാൽ ഒരിടത്തും സാധനമില്ല. സാധനം കയ്യിലില്ല എന്ന് യുവാവ് പറയുന്നു. എന്നാൽ പോലീസിന് ഉറപ്പാണ് ഇയാളുടെ ദേഹത്തെവിടെയോ സാധനമുണ്ട്. ഒടുവിൽ അറ്റകൈ പ്രയോഗം നടത്താൻ പോലീസ് തീരുമാനിച്ചു. യുവാവിനോട് പാൻറ് അഴിച്ചു മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടു. പാൻസും ഷഡ്ഡിയും ഊരിയപ്പോൾ ഇതാ തുടകളിൽ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച നിലയിൽ കഞ്ചാവ്. കയ്യോടെ പോലീസ് അയാളെ അങ്ങ് തൂക്കി. മറ്റൊരു സംഭവവും ഇക്കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നു. DCC ഓഫീസിന് മുന്നിലൂടെ ബീച്ചിലേക്ക് നീളുന്ന റോഡിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബൈക്ക്. വടക്കേവിള സ്വദേശിയായ 48-കാരൻ പോലീസിനെ കണ്ടപാടെ തലകും വിലങ്ങും ഓടുന്നു. ഡാൻസ് ഓഫ് സംഘം ജീപ്പിൽ പിന്തുടർന്നു. ഒടുവിൽ ബൈക്ക് നിർത്താതെ പോയതോടെ ഇയാളെ ഇടിച്ചു വീഴ്ത്തേണ്ടി വന്ന പോലീസിന്. ഇയാളിൽ നിന്ന് 250 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് ചെറു പാക്കറ്റുകളിലായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന കടത്ത് സംഘങ്ങളാണ് ഇവർ. ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇടനിലക്കാർ കാത്തുനിൽക്കും. അവരിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തും. ഇടനിലക്കാർ ഇത് ചെറുപൊതികളിലാക്കി കച്ചവടക്കാർക്ക് കൈമാറും. ബംഗളൂരു, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിൻ, ബസ് മാർഗമാണ് ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൊറിയറിൽ പോലും കഞ്ചാവ് കേരളത്തിലേക്ക് അയക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. പാവകൾ, മറ്റ് കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്കൊപ്പം പൊതിഞ്ഞാണ് കൊറിയർ വഴി ലഹരി സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നത്. അടുത്തിടെ കാനഡയിൽ നിന്ന് ഇൻഡോർ വഴി കൊല്ലത്തെത്തിയ രാസലഹരിയുടെ പാക്കറ്റിൽ എഴുതിയ വിലാസവും 2 പേരുടേത്. പോലീസും ഡാൻസ് ഓഫും ഒക്കെ പിടിമുറുക്കിയതോടെ ലഹരി കച്ചവടക്കാർ പെരുവഴിയിലായി എന്നതാണ് തമാശ. പലരും കൂലിപ്പണിക്കും ചുമട്ടിനുമൊക്കെ പോയി തുടങ്ങി. ചിലർ മേസ്തിരിപ്പണിക്കും. ഈ ലഹരി കച്ചവടത്തേക്കാൾ എത്രയോ അന്തസ്സുണ്ട് ഇത്തരം ജോലികൾക്ക്. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ കൊടുങ്കാറ്റ് പെട്ടെന്ന് അവസാനിക്കുമെന്നും അതിനുശേഷം വീണ്ടും ലഹരി കച്ചവടം തുടങ്ങാമെന്നും ഇവർ പദ്ധതിയിട്ടിരിക്കുന്നു. എന്നാൽ താൻ ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം തൂഫാനിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് രമേശ് ചെന്നിത്തല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.